വോട്ട് ചോദിച്ചാ കഴിഞ്ഞു വോട്ട് കഴിഞ്ഞു. പിന്നെ എന്തിനാ ചുവന്ന് നടക്കണ? എടാ അതിനെ കളഞ്ഞ് നിങ്ങൾ അടുത്താളെ പിടിക്കുവാൻ പോയിട്ട് വയ്യാതെ. എടാ അയാൾ എങ്ങനെയെങ്കിലും പൊയ്ക്കോളൂ. നിങ്ങൾ വിട്ടേ ചുവന്ന് നടക്കണ അയാളെ സ്വാതന്ത്ര്യമാക്കി വിടാണ്ട്. വോട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ എന്റെ വഴിക്ക് വിട്ടേക്കണം. അതിനെ തോളത്താൻ കൊണ്ട് നടക്കേണ്ട കാര്യം എന്താ? ചേട്ടാ വല്ല വെള്ളം കുടിക്കണോ? ദാഹമുണ്ടാ? കാര്യം ചേട്ടാ, ആ കടയിൽ പോയി എന്താന്ന് വെച്ചാൽ മേടിച്ചു കുടിച്ചോ. സോഡായോ സോഡ ആരെങ്കിയോ ഉപ്പിട്ടോ ഇടാ. പോകാൻ നേരത്തെ കാശും കൂടെ കൊടുത്തേക്ക് പോകോ കേട്ടോ. ശരി. എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ പോളിംഗിന്റെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഞങ്ങളുടെ പാർട്ടി 20 സീറ്റ് പിടിക്കും. ഇല്ല ചേട്ടാ എങ്ങനെ തോന്നുന്നുണ്ട്? നിങ്ങളുടെ പാർട്ടി തോന്നല്ലേ 20 സീറ്റ് പിടിക്കും? 20. നമ്മുടെ കേരളത്തിലൊരു മാറ്റം ആവശ്യമാണ്. ഈ മാറ്റത്തിന്റെ പ്രതീകം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടി സത്യം പറഞ്ഞ 20 ഞങ്ങൾ മേടിച്ചു. വൻപിച്ച ഭൂരിപക്ഷത്തിൽ കേന്ദ്ര ഭരണം ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കും. മനസ്സിൽ വെച്ചാ മതി. എടാ ഈ പ്രാവശ്യം 20 സീറ്റും ഞങ്ങൾ പിടിക്കും, ഞങ്ങൾ ഭരിക്കുകയും ചെയ്യും. ഒന്നുമില്ല, 20 സീറ്റും ഞങ്ങൾ ജയിക്കുകയും ചെയ്യും, ഞങ്ങൾ ഭരിക്കുകയും ചെയ്യും. കൂട്ടുകാരാ 20 സീറ്റ് ഞങ്ങൾ പിടിച്ചിരിക്കും, ഞങ്ങൾ ഭരിച്ചിരിക്കും. എടാ മോനെടാ, ഈ കേരളത്തിൽ 20 സീറ്റിന് വേണ്ടിയാണ് ഈ കടിപിടി നടക്കുന്നത്, ഈ മത്സരം തന്നെ നടക്കുന്നത്. നിങ്ങൾ പറഞ്ഞു വന്നപ്പോ 20 എന്നല്ല 40 എന്നല്ല 60 സീറ്റായി. ഇനി ബാക്കി ഇപ്പൊ 40 സീറ്റ് ഞങ്ങൾ അടുത്ത സംസ്ഥാനത്ത് നിന്ന് കടമെടുക്കേണ്ടി വരുക. ഇപ്പൊ തന്നെ കടമെടുത്തൊരു പരുവത്തിലായിരിക്കണം. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി. അല്ല പറ, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കണം. ഇനി കസേരയും കൂടി എടുക്കേണ്ടി വരുക. അല്ല അതല്ല പറഞ്ഞത്. 20 സീറ്റിൽ ഞങ്ങൾ ജയിച്ചിരിക്കും, ഞങ്ങൾ ഭരിച്ചിരിക്കും. അപ്പൊ ഞങ്ങൾ 20 സീറ്റും ഭരിച്ചിരിക്കും. സുഹൃത്തെ വിട്ടേക്ക്. 20 സീറ്റ് ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചേക്കണേ. അപ്പൊ ഈ 3 പേരും ജയിക്കണേ പിന്നെ ആരാ തോക്കണത്? ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണ പൊതുജനമായ നമ്മൾ തോക്കും. പറയുമ്പോ ചൊറിയും ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും എന്ന് പറഞ്ഞു. വെറുതെ പോകാൻ പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പറയേണ്ട പോലെ പറയണോട്ടാ. ഇവിടെ പോന്നോക്കടോ. അങ്ങനെ പറ.